നമസ്കാരം. ബിജു ചെറിയാൻ മണലേത്ത്, ദ ഇൻഡ്യൂട്ടീവ് വിസ്ഡം മാസ്റ്റർ മൈൻഡ്. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് 12 യൂണിവേഴ്സൽ ലോസിൽ ഏഴാമത്തെ ലോ ആയിട്ടുള്ള ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട്, അതായത് കാരണത്തിന്റെയും ഫലത്തിന്റെയും നിയമമാണ്. 9ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗോൾ അച്ചീവ്മെന്റ് എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാവുക, ആ ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അത് കസ്റ്റമേഴ്സിന്റെ ആഗ്രഹങ്ങളുമായിട്ട് കൂടിച്ചേരുന്നവയാണ്. ആ ഗോൾ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്, നമ്മളുടെ ഗോൾസ് എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ഗോൾസ് മാത്രമല്ല, അത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങളുമായിട്ടും അവരുടെ ആഗ്രഹങ്ങളുമായിട്ട് ബന്ധിക്കുന്നതായിരിക്കണം. അപ്പൊ തീർച്ചയായിട്ടും ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ഗോൾ അച്ചീവ്മെന്റുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ഗോളിലേക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനെയും ആ ഒരു ഗോളിലേക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു പ്രകടനം, അല്ലെ അവരെ അതിലേക്ക് എത്തിക്കുവാനുള്ള മാറ്റങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അപ്പൊ ഗോൾ അച്ചീവ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. 10ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ടബിലിറ്റിയാണ്. സെയിൽസ് പ്രൊഫഷണൽസ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും അവരുടെ ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരിക്കണം. അതായത് അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് റിസൾട്ടുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സെയിൽസ് പീപ്പിൾ അവർ അക്കൗണ്ടബിൾ ആണ്. അതായത് നമ്മളിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, നമ്മളിലേക്ക് വരുന്ന ക്ലയൻസ് ആയിക്കോട്ടെ, അവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ, അതായത് നമ്മളുടെ പ്രവർത്തന ഫലമായിട്ടാണ് അവർ നമ്മളിലേക്ക് റിസൾട്ടുകൾ എത്തിച്ചേരുന്നത്. അപ്പം പേഴ്സണൽ അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്ത ബോധം എല്ലാ സെയിൽസ് മാൻമാരും അല്ലെ സെയിൽസ് പീപ്പിൾ ഉത്തരവാദിത്ത ബോധമുള്ളവരായിരിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ ലഭിക്കുകയുള്ളൂ. അതുവഴി നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുവാനും കഴിയുകയുള്ളൂ. അപ്പൊ ഈ പറയുന്ന പോയിന്റുകൾ, അതായത് ദ ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട്, അതായത് ഈ പറയുന്ന കാരണങ്ങളും ഫലങ്ങളും വളരെയധികം പരസ്പര ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മികച്ചതാക്കി മാറ്റുവാനായിട്ട് നമുക്ക് കഴിയും. നമ്മുടെ സെയിൽസിലും ബിസിനസ്സിലും ദ ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട്, അതായത് കാരണങ്ങളും അതിന്റെ ഫലങ്ങളും, കാരണങ്ങളും ഫലങ്ങളും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് നമ്മുടെ സെയിൽസ് കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന സർവീസുകൾ, ആ സർവീസിന്റെ ഫലം തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ കോസ് ആൻഡ് എഫക്ട് സെയിൽസിലും നമ്മുടെ ബിസിനസ്സിലും നമ്മളെ മികച്ചതാക്കി മാറ്റുവാനായിട്ട് സഹായിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിൽ കാണും വരേക്കും നന്ദി, നമസ്കാരം.